മുണ്ടാണി മണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കാണിക്കാരുടെ കവടിയാർ കൊട്ടാര സന്ദർശനം നടന്നു. പാറ്റമ്പാറ, കുന്തത്തേരി, പ്ലാവില, പൊത്തോട്, അണക്കാൽ, ചെറുമാങ്കൽ, കൗലകം തുടങ്ങിയ സെറ്റിൽമെന്റിലെ കാണി വിഭാഗക്കാരാണ് ഇതിൽ പങ്കെടുത്തത്. എല്ലാ കൊല്ലവും വനത്തിൽ നിന്ന് ചിങ്ങമാസം നമ്മൾ 1-ാം തീയതി തൊട്ട് പിന്നെ അവർ ഇവിടെ കൊട്ടാരത്തിൽ നിന്ന് ഒരു അനുമതി കിട്ടുന്നവരെ നമ്മൾ വന്ന് തിരക്കും. അപ്പോൾ അവർ കൊട്ടാരത്തിൽ നിന്ന് അനുമതി കിട്ടുമ്പോൾ ചിങ്ങമാസത്തിലാണ് സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യവും വരുന്നത്. നമ്മൾ കാട്ടിൽ നിന്ന് എടുക്കുന്ന ചെറുതേന്, പിന്നെ ചൂരലുകൊണ്ടുള്ള കുട്ട, ഈറ കൊണ്ടുള്ള വട്ടി, പിന്നെ കറി വയ്ക്കാനുള്ള നാരങ്ങ, കൊല, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ കാട്ടിലുള്ള ഇഞ്ചി ഇങ്ങനെയുള്ള വിഭവങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. കാലങ്ങളായി നിലനിന്നിരുന്ന ആചാരമാണ് ഇന്നും ഒരു ചടങ്ങായി പിന്തുടരുന്നത്. ചിത്തിര തിരുനാൾ സ്മാരകമായ പഞ്ചവടിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അവിടെ നിന്ന് കാഴ്ചദ്രവ്യങ്ങളുമായി നടന്നാണ് കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. രാജഭരണകാലത്ത് തിരുവിതാംകൂർ മഹാരാജാവിനെ കണ്ട് കാട്ടിലെ വിശേഷങ്ങളും രാജ്യത്തിന്റെ പശ്ചിമഘട്ട പ്രദേശത്തിലെ അതിർത്തി സുരക്ഷിതമാണെന്നും അറിയിക്കാനും രാജാവിൽ നിന്ന് ആനുകൂല്യങ്ങളും പാരിതോഷികങ്ങളും കൈപ്പറ്റാനും ആദിവാസി മൂപ്പന്മാർ വർഷത്തിലൊരിക്കൽ ചിങ്ങമാസത്തിൽ ഓണത്തിന് മുൻപായി നാട് ഭരിക്കുന്ന രാജാവിന് മുഖം കാണിക്കുക പതിവായിരുന്നു. പണ്ട് നമ്മൾ അമ്മമാർ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ വന്ന് കാശപ്പുറകളും എല്ലാം വെച്ച് രാജാവിനെ കണ്ട് വണങ്ങി കൈയെടുത്ത് കുമ്പിട്ട് പോയി വന്ന വംശത്തിൽപ്പെട്ട മക്കളാണ്. അത് പത്തില്ലെന്ന് പറയും നമ്മുടെ വംശത്തിൽ. അവർ അന്ധകാലത്തിൽ ഒപ്പനാസ്വാമിയെയും കൈയെടുത്ത് കുമ്പിട്ട് വണങ്ങി, അഗസ്ത്യാരിമാമനെയും കൈയെടുത്ത് കുമ്പിട്ട്, തിരുവള്ളുവരെയും ചെയ്ത് പാണ്ഡവരെയും കൈയെടുത്ത് കുമ്പിട്ട് വന്ന വംശമെന്ന് നമ്മൾ അപ്പൂമാരോട് പറഞ്ഞു തന്നെ കേട്ടിട്ടുണ്ട്. അതിലെ രേഖയോ അതിലുള്ള വ്യവസായമോ നമ്മളെ കയ്യില്ല. അതിനനുസരിച്ച് ഞങ്ങളിത് ഒരുപാട് കൊല്ലം കൊണ്ട് ഇത് എവിടെയാണ് ഈ സംഭവം ഇരിപ്പുണ്ട്, എങ്ങനെയാണ് ഈ സംഭവത്തിനെ എത്തിച്ച് വരാമെന്നിട്ട് ഒരുപാട് വർഷക്കാലം തേടിയിട്ടുണ്ട്. തേടിയ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ കൊട്ടാരത്തിൽ നേരടിയ വന്ന് കൊട്ടാരത്തിലൂടെ ഞങ്ങളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും നേരിലായിട്ട് പറഞ്ഞ് അതിനനുസരിച്ച് അവിടെയുള്ള വകുപ്പ് അനുസരിച്ച് ഞങ്ങൾ ഉറപ്പും സത്യവും കൊട്ടാരത്തിലുള്ള കണക്ക് വിലപ്പെടുത്തി തരുന്നുണ്ട്. കൂടാതെ കാട്ടുതേനും മറ്റു വനവിഭവങ്ങളും രാജാവിന് കാഴ്ചവെക്കും. തുടർന്ന് മഹാരാജാവ് ഭക്ഷണവും ദക്ഷിണയും പുതുവസ്ത്രങ്ങളും മറ്റുമെല്ലാം സമ്മാനിച്ച് ഇവരെ തിരിച്ചയക്കും. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ആചാരരീതി ഇന്നും പിന്തുടരുന്നത്. അതെ, അതിനാണ് ഞാൻ പോയത്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ടൂറിസ്റ്റ് ബാക്കിയുള്ളത് ഫോറസ്റ്റ് എടുക്കാനുള്ള നിബന്ധനകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ ജീവിതമാകും. ഞങ്ങളിപ്പം നാട്ടിൻപുറത്ത് വന്ന് അവരെവിടെയെങ്കിലും കൊണ്ട് തങ്ങി ഞങ്ങളെ കോളനി വീട് കിട്ടി താമസിപ്പിക്കുക, ഞങ്ങൾക്ക് പൂജ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇത് നമുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ 94 87